ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേർഷനാണ് നോക്കുന്നത്. അതായത് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നാണ് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇതെന്താണ് ഓരോ ടേമും എന്നറിയാൻ വേണ്ടി മാത്രം. പാർട്സ് ഓഫ് സ്പീച്ച് അതായത് ഒരു സെൻറ്റൻസിലെ വേർഡ്സ് ആ സെൻറ്റൻസിൽ ഡൂ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് 8 തിരിച്ചിട്ടുണ്ട്. 8 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കണം, വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 8 ക്ലാസ്സസ് അക്കോർഡിംഗ് ടു ദി വർക്ക് ദേ ഡൂ ഇൻ എ സെൻറ്റൻസ്. വേർഡ്സ് സെൻറ്റൻസിൽ ഡൂ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് വേർഡ്സിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നൗൺ, സെക്കൻഡ് വൺ പ്രൊനൗൺ, തേർഡ് വൺ അഡ്ജക്റ്റീവ്, ഫോർത്ത് വൺ വെർബ്, ഫിഫ്ത്ത് വൺ അഡ്വേർബ്, സിക്സ്ത് വൺ പ്രിപ്പോസിഷൻ, സെവൻത് വൺ കൺജങ്ഷൻ ആൻഡ് എയ്ത്ത് വൺ ഇന്റർജെക്ഷൻ. ഓർത്തിരിക്കണേ, ഇന്റർജെക്ഷൻ എന്നില്ല, ഇന്റർജെക്ഷൻ. അപ്പം ഈ ടേംസ് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ 8 പാർട്ടുകളായിട്ടാണ് ഒരു സെൻറ്റൻസിലെ വേർഡ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അതിൽ ഫസ്റ്റ് വൺ നൗൺ. എന്താണ് നൗൺ? നിങ്ങൾക്കെല്ലാം അറിയാം നൗൺ എന്താണ്? നെയിമിംഗ് വേർഡാണ്. ഇറ്റ് നെയിംസ് സംബഡി ഓർ സംതിങ്. എന്തിൻ്റെയെങ്കിലും പേരിന് സംബഡി ഓർ സംതിങ് ഇങ്ങനെയാണ് എന്നാ പറയുന്നത്, നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പത്മ took the dog to the park. പത്മ took the dog to the park. ഇതിനകത്ത് ഏതൊക്കെ നൗൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കാമോ? ഏതൊക്കെ ഇതിനകത്ത് നൗൺ വരുന്നത്? പത്മ നൗൺ ആണ്. ദെൻ പത്മ took the dog to the park എന്നല്ലേ? അങ്ങനെ ആകുമ്പോഴത്തേക്കോ ഒരു പ്ലേസ് അല്ലേ പാർക്ക്? പാർക്ക് നൗൺ ആണ്, പാർക്ക് നൗൺ ആയിട്ട് വരും. ദെൻ തിങ്ങിനകത്തുണ്ടോ? ഡോഗ് ഒരു ആനിമൽ അല്ലേ ഡോഗ്. പ്ലേസ് പാർക്ക്, തിങ് അങ്ങനെ. ടുക്ക് ദ ഡോഗ് ടു ദി പാർക്ക്, പ്ലേ ആനിമൽ നോ. അപ്പം ഡോഗ് അങ്ങനെയൊക്കെ ആ ഒരു സംതിങ് എന്തിൻ്റെയെങ്കിലും നെയിമിംഗ് വേർഡിനെയാണ് എന്ത് പറയുന്നത്, നൗൺ എന്ന് പറയുന്നത്. ദെൻ ദി സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയാൽ ദി കാർ. ദി കാർ ഒരു തിങ്ങ. അപ്പം നമുക്ക് തിങ്ങിൻ്റെ കേസിൽ കാർ പറയാം. മേക്സ് എ ലോട്ട് ഓഫ് നോയ്സ്. ദി കാർ മേക്സ് എ ലോട്ട് ഓഫ് നോയ്സ്. ഒരു നോയ്സ് എന്നുള്ളതൊരു എന്തുവാ പറയുന്നത്, ഒരു ഐഡിയ ആയിട്ട് വരാമല്ലോ. അങ്ങനെയാണെങ്കിൽ നോയ്സും നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു നൗൺ ആയിട്ട് എടുക്കാം. അപ്പം ഒരു നൗൺ എന്ന് വെച്ചാൽ അത് നൗൺ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, ഒരു നെയിമിംഗ് വേർഡാണ്. സംബഡി ഓർ സംതിങ്ങിനെയാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പം പാർട്സ് ഓഫ് സ്പീച്ചിലെ ഫസ്റ്റ് വൺ നൗൺ. അപ്പം നൗൺ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ നൗൺ? Noun, naming word. It's a naming word. It names somebody or something. A noun answers the question who is it, what is it. ഈ 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കുന്ന ഒരു സെന്റൻസിന് ആൻസർ നമുക്ക് പറയാൻ സാധിക്കുവാണെങ്കിൽ ആ വേർഡിനെയാണ് എന്ത് പറയുന്നത്, നൗൺ എന്ന് പറയുന്നത്. അപ്പം നൗൺ ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് വൺ പ്രൊനൗൺ. എന്താണ് പ്രൊനൗൺ? ഇറ്റ് ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൗൺ. അതായത് നമ്മൾ നൗണിന്റെ സ്ഥാനത്ത് നൗണിന് പകരം നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് എന്നാ പറയുന്നത്, പ്രൊനൗൺ എന്ന് പറഞ്ഞത്. ടോം ഈസ് ആബ്സെന്റ് ബിക്കോസ് ഹി ഈസ് ഇൽ. ഒരു എക്സാമ്പിൾ ആണ് ഹി. റീഡ് ദിസ് ബുക്ക്, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഇറ്റ്. വേർ ആർ ദി ഷൂസ്, ബ്രിങ് ദം ഹിയർ, ദം. ഇങ്ങനെ നൗണിന് പകരമായിട്ട് നമ്മൾ പറയുന്നതിനെയാണ് എന്നാ പറയുന്നത്, പ്രൊനൗൺ എന്ന് പറയുന്നത്, നൗണിന് പകരം. ദെൻ അഡ്ജക്റ്റീവ് എന്തുവാ? അഡ്ജക്റ്റീവ് ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് ആഡ്സ് ടു ദി മീനിങ് ഓഫ് എ നൗൺ ഓർ പ്രൊനൗൺ. നൗണിനെയോ പ്രൊനൗണിനെയോ വിശേഷിപ്പിക്കുന്ന നാമവിശേഷണം എന്ന് മലയാളത്തിൽ പറയും. എന്തുവാ മലയാളത്തിൽ പറയുന്നത്? നാമവിശേഷണം. ഓർത്തിരിക്കണേ, നാമവിശേഷണം. അതാണ് അഡ്ജക്റ്റീവ്. You are a good boy. Good. That book is mine. That book. അപ്പം that book is mine എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഏത് ബുക്കാ? that book. അപ്പം that book. He has won several prizes. അപ്പം several prizes എന്നുള്ളതിനകത്ത് എന്നാ വരും? He has won several prizes. അപ്പം അതിനകത്ത് എന്ത് വരാം? He has won several prizes. അപ്പം അതിനകത്ത് എന്നാ വരാം? സെവറൽ പ്രൈസസ്. സെവറൽ പ്രൈസസ് എന്നുള്ളതാണ്
അതിനകത്ത് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തുവാ? നാമവിശേഷണം. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക എന്തോ അഡ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ അത് നൗണിനെ ഓർ പ്രോനൗണിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് എന്നാ പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ വെർബ് ഓർത്തിരിക്കണം. വെർബ് എന്ന് പറയുന്നത് ഡൂയിങ് വേർഡാണ്. വെർബ് ഒരു സെന്റൻസിനകത്ത് വർക്ക്, അതായത് ആ എക്സ്പ്രസ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്ന വേർഡാണ് വെർബ്. അബ്ദുൾ വോക്സ് കുക്കിലി, വോക്സ്. ദി കൗ ഈറ്റ്സ് ഗ്രാസ്. ഫോർ എക്സാമ്പിൾസ് ആണ്. അബ്ദുൾ വോക്സ് കുക്കിലി, വോക്സ് അതിനകത്ത് വെർബാണ്. ദെൻ ദി കൗ ഈറ്റ്സ് ഗ്രാസ്. അപ്പൊ വെർബ് ദി കൗ ഈറ്റ്സ് ഗ്രാസിനകത്ത് വെർബ് ഏതാ? ഈറ്റ്സ് എന്നുള്ളത് വെർബാണ്. ദെൻ ഫിഫ്ത്ത് വൺ ഓർത്തിരിക്കണം. ഫിഫ്ത്ത് വൺ അഡ്വേർബ് ഓർത്തിരിക്കണം. ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് ആഡ്സ് ടു ദി മീനിങ് ഓഫ് എ വെർബ്. വെർബിനെ വിശേഷിപ്പിക്കുന്നത് ഓർത്തിരിക്കണം. വെർബ് ക്രിയാവിശേഷണം. അങ്ങനെ മലയാളത്തിൽ ഓർത്തിരിക്കാലോ. ക്രിയാവിശേഷണം അതാണ്. ഇറ്റ്സ് എ വേർഡ് ദാറ്റ് ആഡ്സ് ടു ദ മീനിങ് ഓഫ് എ വെർബ്. ദി ഗേൾ റൈറ്റ്സ് നീറ്റ്ലി. ഏതാ? റൈറ്റ്സ്. റൈറ്റിനെ വിശേഷിപ്പിക്കുന്ന നീറ്റ്ലി. ഫ്രെഡ് സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ദി ട്രെയിൻ സ്റ്റോപ്സ് ഹിയർ. അപ്പോൾ ഓർത്തിരിക്കണം, വെർബിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് എന്നാ പറയുന്നത്? അഡ്വേർബ് എന്ന് പറയുന്നത്. വെർബിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് അഡ്വേർബ്. അപ്പം ഹിയർ എന്നുള്ളതാണ് ഇവിടെ. ഈ ഇവിടെ അപ്പം ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നത് എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു? ഹിയർ. ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കുന്നു? വെൽ. എങ്ങനെ റൈറ്റ് ചെയ്യുന്നു? ഷീ. ദി ഗേൾ റൈറ്റ്സ് നീറ്റ്ലി. ദെൻ സിക്സ്ത് വൺ പ്രിപ്പോസിഷൻ. എന്താണ് പ്രിപ്പോസിഷൻ? ഇറ്റ് ഈസ് എ വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ പ്രോനൗൺ ടു ഷോ ഇറ്റ്സ് റിലേഷൻ ടു അനദർ വേർഡ്. ഫോർ എക്സാമ്പിളോട് നമുക്ക് മനസ്സിലാക്കാം. ദി ബുക്ക് ഓൺ ദി ടേബിൾ ഈസ് മൈൻ. അപ്പം ദി ബുക്ക് ഇറ്റ് ഈസ് എ വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ, ദി ടേബിളിന് മുന്നേ ഓൺ or pronoun to show its relation to another word. They were kind to me. To, on, in. Our examples are at, in, on, upon, off, from, to, into, by, for, about, with, without. ഇതൊക്കെ ഈ all are എന്താ? preposition. അപ്പോൾ preposition is the joining, അല്ലേ? the word placed before a noun or pronoun to show its relation to a relation കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വേർഡാണ് പ്രിപ്പോസിഷൻ. ദെൻ സെവന്ത് വൺ ഓർത്തിരിക്കണം. കൺജക്ഷൻ. ഇറ്റ് ഈസ് അവർ ജോയിനിങ് വേർഡ്. ഓർത്തിരിക്കണം. ഇറ്റ്സ് എ ജോയിനിങ് വേർഡ്. പീറ്റർ ആൻഡ് പ്രതാപ് ആർ ഫ്രണ്ട്സ്. പീറ്ററിനെ പ്രതാപിനെ ജോയിൻ ചെയ്തിരിക്കുക ആൻഡ് വെച്ച്. ഹാവ് യു കം ബൈ ബസ് ഓർ by train, or I would like to go but I am busy. But അപ്പം conjunction means joining word. Eighth one interjection. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സഡൻ ഫീലിംഗ് ആയിട്ട് പറയുക. അല്ല എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്ത് പറയുന്ന വേർഡ്സ്, ആ വേർഡ്സിനെയാണ് എന്നാ പറയുന്നത്? ഇന്റർജക്ഷൻ. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പാർട്സ് ഓഫ് സ്പീച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്, എത്ര എണ്ണമാണ് പാർട്സ് ഓഫ് സ്പീച്ച്, ഏതൊക്കെയാണ്, ജസ്റ്റ് അവ എന്താണെന്ന് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എയ്ത്ത് നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. പാർട്സ് ഓഫ് സ്പീച്ച്. വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻടു 8 ക്ലാസ്സസ്. നൗൺ, pronoun, adjective, verb, adverb, preposition, conjunction, interjection. What is noun? It's the naming word. What is pronoun? Pronoun എന്തുവാ? നൗണിന് പകരം യൂസ് ചെയ്യുന്നത്. What is adjective? Adjective is the നാമവിശേഷണം. Verb, doing word ആണ് verb. Adverb, വെർബിനെ വിശേഷിപ്പിക്കുന്നത്. എന്തുവാ preposition? കണക്ഷൻ ചെയ്യുക, കണക്ട് ചെയ്ത് പറയുന്ന വേർഡിന് റിലേഷൻ പറയുന്നതിനാണ് preposition. In, on, preposition, conjunction, and conjunction അല്ലേ? And, or, but, conjunction. Interjection എന്തുവാ? അല്ല, ഒരു എന്തുവാ? സഡൻ ഫീലിംഗ്.
സഡൻ ജോയ്ഫുള്ളായ സഡൻ എന്തെങ്കിലും അല്ലെങ്കിൽ സോറോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെ പറ്റി അല്ല ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് എൻ്റെ പറഞ്ഞ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നും എൻ്റെ 8 പാർട്സുകളും എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.